ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 16ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യാണിന് മോഗോയുടെ നേരെ അവന്റെ ശക്തിയൊന്നും പ്രയോഗിക്കാൻ സാധിക്കാത്തതാണ്. എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ അവരെ ഏൽപ്പിച്ച മിഷന്റെ ഭാഗമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന യൂണറിനെയും ഗൂയോയെയും കാണിക്കുന്നു. പെട്ടെന്നാണ് യാണിന് യൂണർ പഠിപ്പിച്ചു കൊടുത്ത എംബ്രർ സീൽ ടെക്നിക്കുമായിട്ട് അവർ രണ്ടുപേരും അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവുന്നത്. യാൺ അത് മനസ്സിലാക്കി യൂണറിന്റെ പേര് വിളിച്ചു നോക്കുന്നു. യൂണർ ആണെങ്കിൽ മറുവശത്ത് നിന്നും കൃത്യമായിട്ട് സംസാരിക്കുന്നു. അവർ പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. യൂണർ അതിനുശേഷം എംബ്രർ ടെക്നിക്ക് ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. യാൺ അപ്പോൾ മൂഗോ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. യാണിന് ഇപ്പോൾ അവന്റെ ശക്തിയൊന്നും പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യൂണറിനോട് തന്നെ സഹായിക്കാനാകുമോ എന്ന് ചോദിക്കുന്നു. യൂണർ അപ്പോൾ എംബ്രർ സീൽ ടെക്നിക്കിലൂടെ അവളുടെ ശക്തി യാണിന് പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. യാണാകട്ടെ ഉടനെ തന്നെ അത് ചെയ്യാനും പറഞ്ഞു. അതിനുശേഷം യൂണറിന്റെ ശക്തി ഉപയോഗിച്ചായിരുന്നു എംബ്രർ സീൽ ടെക്നിക്ക് മൂഗോയുടെ നേരെ യാൺ പ്രയോഗിച്ചത്. ആദ്യത്തെ അറ്റാക്കിൽ തന്നെ അയാൾ തെറിച്ചുപോയി. രണ്ടാമത്തെ അറ്റാക്ക് കൂടി ആയി കഴിഞ്ഞപ്പോൾ പേടിച്ച് മൂഗോ അവിടുന്ന് ഓടിപ്പോവുകയായിരുന്നു. യാണാകട്ടെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ നീ പേടിച്ചോടി പൊക്കോളൂ, എന്തായാലും ഒരു ദിവസം നിന്നെ ഞാൻ എടുത്തോളാം. യൂണർ ആകട്ടെ യാണിനോട് ഇങ്ങനെ പറയുന്നു, ഇനി 1 മാസത്തേക്ക് ഈ എംബ്രർ സീൽ ടെക്നിക്ക് പ്രയോഗിക്കാനാകില്ല. അതുകൊണ്ട് നീ വളരെ കെയർഫുൾ ആയിരിക്കണം. ജനറൽ ഗൂയോ അപ്പോൾ യൂണറിനോട് പറയുകയാണ്, മൂഗോ അക്കാദമിയിൽ വന്നും പ്രശ്നമുണ്ടാക്കി തുടങ്ങിയല്ലേ, അതൊരു പക്ഷേ യാണിന്റെ കയ്യിലുള്ള ഫ്ലെയിംസിന് വേണ്ടിയായിരിക്കുമെന്ന് യൂണർ പറയുന്നു. അപ്പോ ജനറൽ ഗൂയോ പറയുന്നത് ഗൂക്ലാന്റെ എംബ്രർ സീൽ ടെക്നിക്ക് എന്തിനാണ് യാണിനെ പഠിപ്പിച്ചത്, അത് ഗൂക്ലാന്റെ മാത്രം ടെക്നിക്ക് അല്ലേ എന്നൊക്കെയാണ്. എന്നാൽ അതിനുത്തരം പറയാതെ സോൾഹാള് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ഗൂയോയെയും കൂട്ടി യൂണർ അവിടുന്ന് പോവുകയായിരുന്നു. അക്കാദമിയിൽ ഹെഡ് മാസ്റ്റർ സൂക്കിയാനെ നോക്കുകയാണെങ്കിൽ മരിക്കുന്നതിന്റെ വക്കിലാണ്. യാൺ അയാളുടെ അടുത്തേക്ക് വരുമ്പോൾ ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ പറയുകയാണ്, ഇപ്രാവശ്യം അക്കാദമിക്ക് വേണ്ടി വളരെ വലിയ സഹായമാണ് നീ ചെയ്തത്. യാൺ അപ്പോൾ അത് തന്റെ ദൗത്യമാണ്, എന്ത് വില കൊടുത്തും അക്കാദമിയെ സംരക്ഷിക്കാൻ താൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നു. ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ അപ്പോൾ പറയുകയാണ്, സോൾഹാള് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സോൾഹാളിനെതിരെ നല്ല രീതിയിൽ നീ ഫൈറ്റ് ചെയ്യണം. ശേഷം മറ്റൊരു മാസ്റ്ററിനോട് അക്കാദമിയെയും സ്റ്റുഡൻസിനെയും നല്ലവണ്ണം നോക്കാൻ പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ ഉടനെ തന്നെ മരിക്കുന്നു. അത് കണ്ട് എല്ലാവരും ഹെഡ് മാസ്റ്ററിന്റെ പേര് വിളിച്ച് പൊട്ടിക്കരയുന്നു. യാണാകട്ടെ ആ വൃദ്ധനെ കണ്ട് തന്റെ ഉള്ളിലുള്ള ഫോളൻ ഹാർട്ട് ഫ്ലെയിം ടവറിന്റെ ഉള്ളിൽ തന്നെ തിരികെ നിക്ഷേപിക്കാൻ പറയുന്നു. അതവിടെ വെച്ചാൽ മാത്രമേ സ്റ്റുഡൻസിന് പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. ക്ലൗഡ് മിസ്റ്റി സെക്റ്റിനെതിരെ പോരാടുന്നതിന് വേണ്ടി അക്കാദമിയിൽ നിന്ന് അവൻ അത് കടം വാങ്ങിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ വൃദ്ധൻ അപ്പോൾ പറയുകയാണ്, നീ മരിച്ചാലല്ലാതെ നിന്നിൽ നിന്ന് ഫോളൻ ഹാർട്ട് ഫ്ലെയിം എടുക്കാനാകില്ല. യാൺ അപ്പോൾ ഫ്ലെയിം മന്ത്രയുടെയും അങ്ങയുടെയും സഹായത്തോടെ തീർച്ചയായും അത് സാധിക്കുമെന്ന് പറയുന്നു. അവസാനം യാൺ അത് നിർബന്ധിച്ചു കഴിയുമ്പോൾ ആ വൃദ്ധൻ അതിന് തയ്യാറാകുന്നു. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് താനായിരിക്കുമെന്ന് ആ വൃദ്ധൻ പറഞ്ഞു കഴിയുമ്പോൾ യാൺ പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ വൃദ്ധന്റെ ഗൈഡൻസിലൂടെ ഫോളൻ ഹാർട്ട് ഫ്ലെയിം ആ ടവറിൽ തന്നെ യാൺ നിക്ഷേപിക്കുകയാണ്. ഇനി അവിടെ സ്റ്റുഡൻസിന് പഴയതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാം. യാൺ ആകട്ടെ ഹെഡ് മാസ്റ്റർ സൂക്കിയാനോടൊന്ന പോലെ അക്കാദമിയെ ഞാൻ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു. ടവറിന് പുറമെ കുറെ സ്റ്റുഡൻസ് അവിടെ ഇവിടെയായിട്ട് പല ജോലികളിൽ ഏർപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറെ മാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ചിലർ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഹൂജയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസും മാസ്റ്റേഴ്സും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും അവർക്ക് സന്തോഷമാകുന്നു. ഫോളൻ ഹാർട്ട് ഫ്ലെയിം ടവറിലേക്ക് തിരികെ വന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നു. ബായ്ച്ചിങ്ങിനും ഹാപ്പി ആകുന്നുണ്ട്. മാസ്റ്റേഴ്സ് പറയുന്നത് ഇപ്പോഴാണ് ഇത് ശരിക്കും ജിയാനൻ അക്കാദമി ആയതെന്നൊക്കെയാണ്. യാണാകട്ടെ അതിനുശേഷം ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ പോയിസണസ് ആയിട്ടുള്ള ബോഡി പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആ വൃദ്ധന്റെ സഹായത്തോടെ ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് യാൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോളൻ ഹാർട്ട് ഫ്ലെയിമും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി തൽക്കാലത്തേക്ക് പൊട്ടിത്തെറിക്കാതെ സ്റ്റെബിൾ ആയിട്ടിരിക്കും. അത് എത്ര നാളത്തേക്ക് സ്റ്റെബിൾ ആയിട്ടിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ വൃദ്ധം പറയുന്നത്, അതിന് ഒരു ഗ്യാരണ്ടിയും പറയാനാകില്ല, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ ഈ ടവറിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തായിരിക്കും എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ബോധിസത്വ ഇൻകാർണേഷൻ സലൈവ കണ്ടുപിടിക്കുന്നതിൽ താമസമൊന്നും വരുത്തരുത്. പരമാവധി വേഗത്തിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം
അതിനുശേഷം യാൻ ബോധിസത്വ ട്രീനെ കുറിച്ചൊക്കെ ആ വൃദ്ധനിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് ബോധിസത്വ ട്രീനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അതൊക്കെ തന്നെ യാണിനോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും അണ്ടർഗ്രൗണ്ട്സിലൊക്കെയാണ് അത് ഉണ്ടാവാറുള്ളത്. ആളുകൾ റയർ ആയിട്ട് പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അത് ഉണ്ടാകാറുള്ളത്. അതിന്റെ എനർജിയൊക്കെ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കും. അത്രമാത്രം പവർഫുൾ ആണ്. സോൾഹാളിന്റെ പഴയ നേതാവായിട്ടുള്ള ഹുൻമെഷിങ്ങിനെ അതിന്റെ അടിയിലാണ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഗൂക്ലാൻഡിലെ നേതാവ് അങ്ങനെയാണ് പറഞ്ഞത്. ഈ വൃദ്ധനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. സോൾഹാളുമായിട്ട് ആ ട്രീക്ക് എന്തോ ബന്ധമുണ്ട്. 50 വർഷത്തിനു മുമ്പ് അത് അപ്രത്യക്ഷമായതാണെന്നൊക്കെ ഈ വൃദ്ധം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ യാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അത് അവസാനമായിട്ട് എവിടെയാണ് കണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അയാൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. കാരണം അയാൾക്ക് അവന്റെ കൂടെ ഒന്നും പോകാൻ സാധിക്കില്ല. അയാൾ ടവറുമായിട്ട് ബന്ധപ്പെട്ടാണ് വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടവറിന്റെ പരിസരത്തൊക്കെ വെച്ച് മാത്രമേ അയാളുടെ പൂർണ്ണമായിട്ടുള്ള ശക്തിയൊക്കെ പുറത്തെടുക്കാനാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ടവറിന്റെ പുറത്ത് അയാൾ ഒരു സാധാരണ വൃദ്ധം മാത്രമാണ്. യാൻ അപ്പോൾ എങ്കിൽ ശരി, നിങ്ങൾ എന്റെ കൂടെ വരണ്ട, നിങ്ങൾ പറയുന്നത് എല്ലാം തന്നെ നുണയാണ്, ഞാൻ ഒറ്റയ്ക്ക് പോയി അതൊക്കെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ ആ വൃദ്ധം പറയുകയാണ്, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. ഞാൻ ആ സ്ഥലം നിനക്ക് കാണിച്ചു തരാമെന്ന് കരുതിയതാണ്. പക്ഷെ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അതുകൊണ്ട് ആദ്യമേ നീ എന്നോട് ക്ഷമാപണം നടത്തണം. അതിനുശേഷം യാണിനെ അയാൾ ബോധിസത്വ ട്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. ബോധിസത്വ സലൈവക്ക് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ലവറിന് വേണ്ടിയായിരിക്കുമല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്. യാൺ അപ്പോൾ തന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. ആ വൃദ്ധൻ അപ്പോൾ അങ്ങനെയെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ല എന്ന് പറയുന്നു. കാരണം നേക്കഡ് ആയിട്ടുള്ള ബോഡിയിലാണ് ബോധിസത്വ ഇൻകാർണേഷൻ സലൈവ അപ്ലൈ ചെയ്യേണ്ടത്. യാൺ അപ്പോൾ നിങ്ങൾ തമാശ പറയുകയാണെന്ന് പറയുന്നു. എന്നാൽ ആ വൃദ്ധൻ താൻ തമാശയല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അവർ ബോധിസത്വ ട്രീയുടെ അടുത്ത് എത്തുന്നതായിട്ട് കാണിക്കുന്നു. അത് ശരിക്കും കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് ആ വൃദ്ധം പറഞ്ഞത്. ഒരു കാലത്ത് ആ കോണ്ടിനെന്റിനും മുഴുവനും ശക്തി പകർന്നിരുന്നത് ആ ട്രീ ആയിരുന്നു. ഇപ്പൊ ഇത് ഈ അവസ്ഥയിലാണ്. യാൺ പറയുകയാണ്, അങ്ങനെ പറയാനാകില്ല, ഇപ്പോഴും ഈ മരം നിലനിൽക്കുന്നില്ലേ. ആ വൃദ്ധം പറയുകയാണ്, നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് ഡെഡ് ആയിട്ടുള്ള ഒരു ട്രീക്ക് തുല്യമാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരവുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് വിശ്വാസമായില്ലേ, ഇനി നീ എന്നോട് ക്ഷമാപണം നടത്തൂ. എന്നാൽ ക്ഷമാപണം ഒന്നും നടത്താതെ യാൺ മുന്നോട്ട് വന്ന് അവന്റെ ഹാർട്ട് ഫ്ലെയിം അതിന്റെ നേരെ പ്രയോഗിക്കുകയായിരുന്നു. ആ വൃദ്ധൻ അപ്പോൾ നീ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ യാൺ പറയുകയാണ്, ഇത് പുരാതനമായിട്ടുള്ള ഒരു മരമല്ലേ, ഒരുപക്ഷെ ഇതിന് ഹൃദയമുണ്ടെങ്കിലോ, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഹാർട്ട് ഫ്ലെയിം അതിന്റെ നേരെ പ്രയോഗിച്ചു നോക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, നീ നിന്റെ ശക്തി വെറുതെ പാഴാക്കുകയാണ് എന്നൊക്കെയാണ് ആ വൃദ്ധം പറയുന്നത്. കാരണം അത്രമാത്രം എനർജി യാൺ അതിന്മേൽ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യാൺ പറയുകയാണ്, എനിക്ക് എന്തൊക്കെ വന്നാലും ബോധിസത്വ ഇൻകാർണേഷൻ സലൈവ കണ്ടുപിടിച്ചേ മതിയാകൂ. ഈ മരം നല്ലതല്ലെങ്കിൽ മറ്റൊരു മരം എനിക്ക് കണ്ടുപിടിക്കേണ്ടി വരും. യാണിനെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ആ മരത്തെ റിവൈവ് ചെയ്യാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷെ എല്ലാവരും പരാജയപ്പെട്ടു. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്തുള്ള ബോധിസത്വ ട്രീനെ കാണിക്കുന്നു. അവിടേക്കാണ് യൂണറും ഗൂയോയും വന്നത്. അവിടെ ഗൂക്ലാൻഡ് വലിയൊരു ആർമി തന്നെ പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം യൂണറും ഗൂയോയും ഒക്കെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാനാവുന്നത്. ബോധിസത്വ ട്രീ ഇതേപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഒരു റൂട്ടിലേക്ക് കണക്റ്റഡ് ആണ്. അവിടെയുള്ള മരവും കരിഞ്ഞ് ഡെഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ബോധിസത്വ ട്രീ ഉപയോഗിച്ച് ഹുൻമെഷിങ്ങിനെ സീൽ ചെയ്തതിന് ശേഷമായിരുന്നു ഈ ട്രീ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് മാറിയത്. ആ മരത്തിന്റെ എനർജി ട്രിഗർ ചെയ്താൽ മാത്രമേ അവർക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. ഹുൻമെഷിങ്ങിന്റെ സീല് ഓക്കെ അല്ലേ എന്നൊക്കെ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. യാൺ അവന്റെ ഹാർട്ട് ഫ്ലെയിം പ്രയോഗിച്ച അതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു യൂണറും ഗൂയോയും ഒക്കെ അവരുടെ എനർജി പ്രയോഗിച്ചത്. യാൺ അത് ഒരു ഊഹം വെച്ച് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ എനർജി പ്രയോഗിച്ച് അകത്ത് കയറിയ അതേ സമയത്ത് തന്നെ യാൺ അവിടെ എനർജി പ്രയോഗിച്ചപ്പോൾ യാണും ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. ആ വൃദ്ധനാകട്ടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യാണിനെ ഒന്നും അവിടെ കാണുന്നില്ല. യാൺ അതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് അവിടെ ചെറിയൊരു ബോധിസത്വ ട്രീനെ കാണുന്നത്. യാൺ അതിന്റെ അടുത്തെത്തി കഴിയുമ്പോൾ ആ ബോധിസത്വ ട്രീയിൽ നിന്ന് ഒരു ഇല നിലത്തേക്ക് വീഴുന്നു. അത് മറ്റൊരു ചെറിയ ട്രീ അവിടെ പ്രത്യക്ഷമാക്കുമെങ്കിലും ഉടനെ തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച് പെട്ടെന്ന് തന്നെ അത് മണലായി തീരുന്നു. ശരിക്കും കരിഞ്ഞ് പൊടിയായിട്ട് വീഴുന്നത് പോലെയായിരുന്നു അത്. യാൺ അപ്പോൾ ആ ട്രീനോട് എന്ന പോലെ ചോദിക്കുകയാണ്, നീ എന്നോട് ഇതുവഴി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോധിസത്വ ട്രീയുടെ സീഡ് ഞാൻ എന്റെ ഫ്ലെയിം ഉപയോഗിച്ച് റിഫൈൻ ചെയ്യണമെന്നാണോ? ശേഷം അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചതെന്ന് കരുതി അതിൽ നിന്ന് ഒരു സീഡ് എടുത്ത് അവന്റെ ഫ്ലെയിംസ് ഉപയോഗിച്ച് റിഫൈൻ ചെയ്യുന്നു. അവിടെ അതേപോലത്തെ ഒരുപാട് സീഡുകൾ ഉണ്ടായിരുന്നു. ഒരു സീഡ് റിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് എന്തൊക്കെയോ ശക്തി ആ ട്രീയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോ യാണിന് അത് വർക്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. ശേഷം
ശേഷം അവിടെ ഉണ്ടായിരുന്ന ഓരോ സീഡുകളായിട്ട് എടുത്ത് അവൻ റിഫൈൻ ചെയ്യാൻ തുടങ്ങി. അത് ശരിക്കും ആ ട്രീനെ തന്നെ റിവൈവ് ചെയ്യുന്നത് പോലെ ആയിരുന്നു. യൂണറിനെയും ഗൂയോയെയും നോക്കുകയാണെങ്കിൽ അവർ ഹുൻമെഷിങ്ങിനെ സീല് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതാണോ ഹുൻമെഷങ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി പറയുകയാണ്, അതെ, ഇത് തന്നെയാണ് ഹുൻമെഷങ്. മരിക്കുന്നതിന് മുമ്പ് അയാൾ ഒരു ദൈവമാകുന്നതിന്റെ അടുത്തുവരെയും എത്തിയതായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാംസമെല്ലാം ദ്രവിച്ച് ഇല്ലാതായെങ്കിലും എല്ലുകൾക്ക് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജാഗ്രത പാലിച്ചിരിക്കുന്നത്. ഗോക്ലാനിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും അതിന് പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള ഫോർമേഷനൊക്കെ ഉപയോഗിച്ചാണ് സീല് ചെയ്തിരിക്കുന്നത്. യാണിനെ നോക്കുകയാണെങ്കിൽ റിഫൈൻ ചെയ്ത് ഒരുപാട് ടയർഡായിട്ട് ആ ട്രീയിൽ അവശതയോടെ കൈവെക്കുന്നു. പെട്ടെന്ന് ആ ട്രീയിൽ നിന്ന് ഒരുപാട് ശക്തി യാണിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് നഷ്ടപ്പെട്ടു പോയ അവന്റെ എനർജി എല്ലാം വീണ്ടും തിരികെ കിട്ടിയിരിക്കുന്നു. ആ പ്രക്രിയ തുടരാൻ ആ ട്രീ പറയുന്നത് പോലെയായിരുന്നു അത്. അതിനുശേഷം യാൻ പൂർവാധികം ശക്തിയോടെ ഒരുപാട് സീഡുകൾ ഒരുമിച്ചായിരുന്നു റിഫൈൻ ചെയ്തത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് റിഫൈൻ ചെയ്ത ഒരുപാട് ശക്തികൾ ആ ട്രീയിലേക്ക് പ്രവേശിക്കുന്നു. ശേഷം യാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അതിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള ദ്രാവകം ഒഴുകുന്നതായിട്ട് കാണുന്നത്. അവന്റെ ഊഹം ശരിയായിരുന്നു. ബോധിസത്വ ട്രീക്ക് ഒരു ഹാർട്ട് ഉണ്ട്. ബോധിസത്വ ഹാർട്ടിൽ നിന്ന് ഒഴുകുന്നതാണ് ബോധിസത്വ ഇൻകാർണേഷൻ സലൈവ. അതായത് ആ ഒഴുകി വരുന്ന സാധനം തന്നെ. അത് തന്നെയാണ് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഹീല് ചെയ്യാൻ അവന് വേണ്ടത്. ഉടനെ തന്നെ യാൻ അതൊരു ബോട്ടിലേക്ക് ആക്കുന്നു. വീണ്ടും യൂണറിനെയും ഗോക്ലാനിലുള്ള മറ്റുള്ളവരെയും കാണിക്കുന്നു. അവർ ആ സീല് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബന്ധനസ്ഥതയിലുള്ള മെഡിസിൻ എൽഡറിന്റെ അടുത്തേക്ക് വരുന്ന മൂഗോയെ കാണിക്കുന്നു. മെഡിസിൻ എൽഡർ മൂഗോയോട് പറയുകയാണ്, നീ ദാവോ വെനറബിൾ ലെവലിലേക്ക് എത്തിയല്ലേ? അത് കേട്ട് മൂഗോ പറയുകയാണ്, ഇപ്പോഴും നിന്റെ നിരീക്ഷണ പാഠവും സമ്മതിക്കണം. എന്തായാലും ഇപ്രാവശ്യത്തെ യാത്ര കൊണ്ട് ഉപകാരമുണ്ടായി. ഇപ്രാവശ്യം ആരുടെ ശക്തിയാണ് ഞാൻ അബ്സോർബ് ചെയ്തതെന്ന് നീ ചോദിക്കുന്നില്ലേ? അതിനുശേഷം മെഡിസിൻ എൽഡറിനെ ഒരു അടിമയെ പോലെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മെഡിസിൻ എൽഡർ പറയുകയാണ്, ഇപ്രാവശ്യവും യാണിനെ നിനക്ക് പരാജയപ്പെടുത്താനായില്ലല്ലേ? യാണിനെ പരാജയപ്പെടുത്താനായില്ലെങ്കിലും ഒരുപാട് നേട്ടമുണ്ടായി. അവന് ഹെഡ് മാസ്റ്റർ സൂക്കിയാനെ രക്ഷപ്പെടുത്താനായില്ല. അയാളുടെ ശക്തി വളരെ പ്യുവർ ആയിരുന്നു. അതുപയോഗിച്ചാണ് ഞാൻ ദാവോ വെനറേറ്റ് ലെവലിലേക്ക് എത്തിയത്. അത് കേട്ട് മെഡിസിൻ എൽഡറിന് ദേഷ്യമാകുന്നുണ്ടെങ്കിലും മെഡിസിൻ എൽഡർ പറയുകയാണ്, എന്തൊക്കെ വന്നാലും നിനക്ക് യാണിനെ തോൽപ്പിക്കാനായില്ലല്ലോ. ഈ ഫോർമേഷൻ കംപ്ലീറ്റ് ആക്കാൻ ഇനിയും നിനക്ക് കുറെ കാത്തിരിക്കേണ്ടി വരും. മൂഗോ പറയുകയാണ്, യാണിന്റെ കയ്യിലുള്ള ആ ഫ്ലെയിം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് വലിയ കാര്യമൊന്നുമല്ല. അവന്റെ കയ്യിൽ മാത്രമല്ലല്ലോ ഹെവൻലി ഫ്ലെയിംസ് ഉള്ളത്. അതും പറഞ്ഞുകൊണ്ട് മൂഗോയുടെ കയ്യിലുള്ള മറ്റുള്ള ഫ്ലെയിംസ് ഒക്കെ കാണിക്കുന്നു. മൂഗോയുടെ കയ്യിൽ അതല്ലാതെ റാങ്ക് 20-ലും 21-ലുമുള്ള വേറെ 2 ഹെവൻലി ഫ്ലെയിംസ് കൂടി ഉണ്ടായിരുന്നു. അത് കണ്ട് മെഡിസിൻ എൽഡർ ഞെട്ടുന്നു. മൂഗോ തുടർന്ന് പറയുകയാണ്, പവർഫുൾ ആയിട്ടുള്ള ഫ്ലെയിംസുകൾ കിട്ടിയാൽ ഈ പ്രക്രിയ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാം, അത്രയേ ഉള്ളൂ. അതിപ്പോ കിട്ടിയില്ല എങ്കിൽ പോലും എന്റെ മാസ്റ്ററിനെ തീർച്ചയായും ഞാൻ തിരികെ കൊണ്ടുവരും. ഹുൻമെഷിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരുപാട് പവർഫുൾ ആവുന്നതിന് വേണ്ടിയാണ് അവൻ അവന്റെ മാസ്റ്ററിനെ തിരികെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്ലെയിംസുകൾ ഇപ്പോൾ അവന്റെ കയ്യിലുള്ളത് കൊണ്ട് അവൻ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് മെഡിസിൻ എൽഡറിന് പോലും തോന്നുന്നു. മൂഗോയാകട്ടെ സോൾഹാളിന്റെ അതിരുകളില്ലാത്ത ശക്തികൾക്ക് നീ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹുൻമെഷിങ്ങിന്റെ സീല് തകർക്കാനുള്ള പ്രക്രിയകളൊക്കെ ചെയ്യുന്നു. ഫ്ലെയിംസുകളുടെ സഹായത്തോടെ എന്തൊക്കെയോ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മൂഗോ അതൊക്കെ ചെയ്യുന്നത്. മൂഗോ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ബോധിസത്വ ട്രീയുടെ ഉള്ളിലുള്ള ഹുൻമെഷിന്റെ സീലുകളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങുന്നു. അത് തടയാൻ വേണ്ടി ഗോക്ലാനുള്ളവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യൂണറും ഗൂയോയും ഒക്കെ. എന്നാൽ അവസാനം അവർ അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. യൂണർ ആകട്ടെ അത് തടയാൻ വേണ്ടി ഹുൻമെഷിങ്ങിന്റെ അടുത്തേക്ക് ഓടുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഹുൻമെഷിങ്ങിന്റെ ഉള്ളിൽ നിന്നൊരു കറുത്ത പുക വരികയും യൂണറും അതിന്റെ കൂടെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. യാൻ നിൽക്കുന്ന സ്ഥലത്തും എന്തൊക്കെയോ പെട്ടെന്ന് കുലുക്കമുണ്ടാകുന്നു. ബോധിസത്വ സലൈവ ആവശ്യത്തിന് ബോട്ടിലാക്കിയിട്ട് ഉടനെ തന്നെ യാൻ പുറത്ത് കടക്കാൻ ഒരുങ്ങുന്നു. മൂഗോ ഉള്ള സ്ഥലത്താകട്ടെ അവിടെ ഉണ്ടായിരുന്ന കല്ലിലേക്ക് ഹുൻമെഷിങ്ങിനെ സീല് ചെയ്തു വെച്ചിരുന്ന സ്ഥലത്തെ ശക്തികളെല്ലാം വന്ന് പ്രവേശിക്കുന്നു. അത് കണ്ട് മെഡിസിൻ എൽഡർ മൂഗോയോട് പറയുകയാണ്, ഹുൻമെഷിങ്ങിന്റെ സീല് നീ തകർത്തല്ലേ? അട്ടഹസിച്ചിരിച്ചുകൊണ്ട് മൂഗോ പറയുകയാണ്, സോൾഹാൾ ഒരിക്കലും മരിക്കില്ല. സോൾഹാള് എന്നേക്ക് നിലനിൽക്കും. എന്റെ മാസ്റ്റർ തിരികെ വരാൻ പോകുന്നു. ഞാൻ അദ്ദേഹത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ മെഡിസിൻ എൽഡറിന്റെ കഴുത്തിലൊക്കെ അറ്റാക്ക് ചെയ്ത് മെഡിസിൻ എൽഡറിനെ മൂഗോ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം എന്തൊക്കെയോ അർത്ഥമില്ലാത്ത കുറെ വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നു. അത് ആരാണെന്ന് മൂഗോയ്ക്കും മെഡിസിൻ എൽഡറിനും ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ മൂഗോ കരുതുന്നത് അത് തന്റെ മാസ്റ്റർ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അർത്ഥം എന്താണെന്ന് അറിയാതെ മൂഗോയും ആ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നു. അതെന്തോ ദിവ്യമായിട്ടുള്ള വാക്കുകളാണെന്നാണ് മൂഗോ കരുതുന്നത്. മെഡിസിൻ എൽഡർ അപ്പോൾ മൂഗോയോട് പറയുന്നുണ്ട്, നീ എന്ത് വിഡ്ഢിയാണ് എന്നൊക്കെ. എന്തെങ്കിലും മനസ്സിലായിട്ടായിരിക്കണം മെഡിസിൻ എൽഡർ അങ്ങനെ പറഞ്ഞത്. എന്നാൽ മൂഗോ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഹുൻമെഷങ് ഒരിക്കലും മൂഗോയോട് ഇക്കാര്യങ്ങളൊന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. എന്തോ കല്ലിൽ കൊത്തിവെച്ചിരുന്ന കാര്യങ്ങൾ മൂഗോ ഫോളോ ചെയ്യുകയായിരുന്നു. അതവന്റെ മാസ്റ്റർ അവനോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കുമെന്ന് അവൻ സ്വയം കരുതുകയായിരുന്നു. യാണിനെ നോക്കുകയാണെങ്കിൽ
പുറത്തേക്ക് കടക്കാനൊരുങ്ങുന്ന അവൻ അവിടെ വെച്ച് യൂണറിനെ കണ്ടുമുട്ടുന്നു. ഹുൻമെഷിങ്ങിന്റെ കറുത്ത പുകയുടെ കൂടെ അപ്രത്യക്ഷമായ യൂണർ പ്രത്യക്ഷമായത് അവിടെയായിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി കഴിയുമ്പോൾ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. യാൻ പറയുകയാണ്, ജിയാമ സാമ്രാജ്യത്തിനടുത്തുള്ള ബോധിസത്വ ട്രീയുടെ ഉള്ളിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്? അത് മാത്രമല്ല, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്നാൽ യൂണറിന് അതിന് ഉത്തരമുണ്ടായിരുന്നു. യൂണർ പറയുകയാണ്, ബോധിസത്വ ട്രീയുടെ വേരുകളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഒറ്റ റൂട്ടാണ് അവയ്ക്കുള്ളത്. ബോധിസത്വ ട്രീയിലൂടെ വീണ്ടും എനർജി പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം കാണാമെങ്കിലും രണ്ടുപേരുടെയും ഇടയിൽ ഒരു ബാരിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം തൊടാനൊന്നും സാധിക്കുന്നില്ല. യൂണർ അപ്പോൾ ഹുൻമെഷിങ്ങിന്റെ സീലൊക്കെ തകർന്ന കാര്യം പറയുന്നു. ഒരുപക്ഷെ മൂഗോയ്ക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടാകുമെന്നും പറയുന്നു. പെട്ടെന്ന് അവിടെ ഒരു കുലുക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ യാൺ ഉടനെ തന്നെ ഇനി നമുക്ക് സെൻട്രൽ പ്ലെയിനിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. യൂണർ ആകട്ടെ യാണിനോട് കെയർഫുൾ ആയിരിക്കാൻ പറയുന്നു. അതിനുശേഷം യൂണർ അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. യൂണർ അതിനുശേഷം ഉടനെ തന്നെ ആ ട്രീയുടെ പുറത്ത് കടക്കുകയാണ്. അവിടെ വെച്ച് ജനറൽ ഗൂയോയെയും മറ്റുള്ളവരെയും കാണുന്നു. ഹുൻമെഷിങ് സീല് തകർത്ത് അപ്രത്യക്ഷമായ കാര്യമൊക്കെ ഉടനെ തന്നെ ഗോക്ലാനെ അറിയിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ യൂണറിന്റെ ഫാദറിനോട് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നു. അവരവിടെ എത്തിയ സമയത്ത് ആരോ ആ സീല് തകർത്തിട്ടുണ്ടായിരുന്നു. അല്പനേരത്തിന് ശേഷം ഒരു പുകയുടെ രൂപത്തിൽ ഹുൻമെഷിങ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് യൂണറിന്റെ ഫാദർ ഞെട്ടുന്നു. യൂണറിന്റെ ഫാദർ ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി യൂണർ പറയുകയാണ്, ഇവരെ ആരെയും കുറ്റം പറയാനാകില്ല. അവിടെ ആകെ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ മുമ്പേ ആരോ ഇത് പ്ലാൻ ചെയ്തതുപോലെയാണ്. യൂണറിന്റെ ഫാദർ അപ്പോൾ ദേഷ്യത്തോടെ മൂഗോയുടെ പേരാണ് വിളിക്കുന്നത്. ജനറൽ ഗൂയോ പറയുകയാണ്, ഇനിയിപ്പോ മൂഗോയാണ് ഇതിന്റെ പിന്നിലെങ്കിലും ഇതുകൊണ്ട് വലിയ കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹുൻമെഷിങ് സ്കെൽട്ടൻ മാത്രമായിട്ടാണ് അപ്രത്യക്ഷമായത്. അത് മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഒരുപാട് പരിക്കുകളും പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ യൂണറിന്റെ ഫാദർ പറയുകയാണ്, ഇതിനെ നിസാരമായിട്ട് കാണണ്ട. ഹുൻമെഷിങ്ങിന്റെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി സീല് തകർത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടാകും. വർഷങ്ങളായിട്ട് എന്തുകൊണ്ടാണ് സോൾഹാളിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കാത്തത് എന്നതിന്റെ രഹസ്യം ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തൊക്കെ വന്നാലും നമ്മുടെ ആർമിയെ തയ്യാറാക്കിക്കോളൂ. മൂഗോയെ എന്തായാലും ഇല്ലാതാക്കിയേ മതിയാകൂ. അതിനുശേഷം യൂണർ പറയുകയാണ്, അവിടെ ഉണ്ടായിരുന്ന പില്ലറിൽ ഞാൻ കുറെ വാക്കുകളും കുറെ ടാറ്റുകളും ഒക്കെ കണ്ടിരുന്നു. അത് പുരാതനമായിട്ടുള്ള 8 ക്ലാനുകളുടേതാണോ? അതിൽ ഷിയോ ക്ലാനിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഷിയോ ക്ലാന്റെ ഒരു ലെജൻഡാണ് സോൾഹാളിന്റെ നേതാവിനെ കൊന്നത് എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഷിയോ ക്ലാൻ ഒരു സാധാരണ ഫാമിലി അല്ല. എന്നാൽ യൂണറിന്റെ ഫാദർ അതിനോടൊന്നും യോജിക്കുന്നില്ല. ഷിയോ ക്ലാൻ സാധാരണ ഫാമിലിയാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും തെളിയിക്കാനാകില്ല. ഷിയോ ക്ലാൻ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നൊക്കെയാണ് യൂണറിന്റെ ഫാദർ അവസാനമായിട്ട് പറയുന്നത്. എന്നാൽ യൂണർ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ യൂണറിന്റെ ഫാദറിന് നന്നായിട്ട് അറിയാമെന്ന് തന്നെയാണ് യൂണർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പത്തിലെ യൂണറിനെ ഷിയോ ക്ലാനിലേക്ക് വിട്ടതെന്ന് യൂണറിന് നന്നായിട്ട് അറിയാം. അവരുടെ ആൻഷ്യന്റ് ജേഡ് ഒക്കെ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അത് ഫാദർ പറഞ്ഞില്ലെങ്കിൽ താൻ തന്നെ കണ്ടുപിടിക്കുമെന്നൊക്കെ യൂണർ പറയുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ യൂണറിന്റെ ഫാദർ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞതാണ്, ഷിയോ ക്ലാനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി നീ പുറത്തേക്കെങ്ങും പോകണ്ട, ഗോക്ലാനിൽ തന്നെ ആയിരുന്നാ മതി. യൂണർ അപ്പോൾ വിഷമത്തോടെ പറയുകയാണ്, എന്തിനാണ് ഷിയോ ക്ലാനോട് ഈ ദുഷ്ടതകളൊക്കെ ചെയ്യുന്നത്? അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. എന്ത് വലിയ രഹസ്യമാണ് നിങ്ങൾ അവരിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്നത്? അതൊക്കെ പോട്ടെ, ഷിയോ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനെങ്കിലും എന്നെ അനുവദിക്കൂ. എന്നാൽ അത് കേട്ട് യൂണറിന്റെ ഫാദർ ദേഷ്യത്തോടെ ജനറൽ ഗൂയാവോയോട് പറയുകയാണ്, ഇവളെ ഇനി പുറത്തു പോകാൻ അനുവദിക്കരുത്. ഇവളുടെ മേൽ പ്രത്യേകം കണ്ണു വേണം. ശേഷം യൂണറിനെ ജനറൽ ഗൂയോ ഒരു മുറിയിലിട്ട് പൂട്ടുകയും ചെയ്യുന്നു. യൂണർ അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? യാണിന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് നിനക്കറിയാമല്ലോ, എന്നെ തുറന്നു വിടാനൊക്കെ പറയുന്നു. ജനറൽ ഗൂയാവോ അപ്പോൾ ക്ലാനിന്റെ ലീഡർ പറഞ്ഞത് കേട്ടില്ലേ? നീ പറഞ്ഞതുപോലെ തന്നെ ഞാനും നിന്റെ കാര്യത്തിൽ ഏതറ്റം വരെയും പോകുമെന്നും പറയുന്നു. പക്ഷേ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ജനറൽ ഗൂയോ യൂണറിന്റെ വേഷമൊക്കെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് യൂണറിനെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ച് എന്തിനാണ് നിന്റെ ഫാദറിനോട് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ജനറൽ ഗൂയോ ചോദിക്കുന്നു. അപ്പോ യൂണർ പറയുകയാണ്, അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ കൊത്തിവെച്ചിരുന്ന വാക്കുകളൊന്നും നീ കണ്ടില്ലേ? അവിടെ പ്രധാനപ്പെട്ട 8 ക്ലാനുകളെ കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഷിയോ ക്ലാനിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഷിയോ ക്ലാന് ഗൂക്ലാനും സോൾഹാളുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. ജനറൽ ഗൂയാവോ അപ്പോൾ അതിനാണ് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വെച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നു. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യുന്ന സ്ഥലമായിരുന്നു അത്. പുരാതനമായിട്ടുള്ള ക്ലാനുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവിടെ വെച്ച് കിട്ടും. അങ്ങനെ അവർ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു തുടങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്ക്രോളുകളും ബുക്കുകളും ഒക്കെ അവർ അരിച്ചു പിറക്കി അന്വേഷിക്കുന്നു. അത് ശരിക്കും വലിയൊരു ലൈബ്രറി തന്നെ ആയിരുന്നു. എന്നാൽ അവർ അന്വേഷിച്ച് നടന്ന ഇൻഫർമേഷൻ
ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന സ്ക്രോള് കിട്ടുന്നത് ജനറൽ ഗൂയാവോയ്ക്കാണ്. ഹുൻഷ്യാൻ എംപറർ ആയിരുന്നു സോൾഹാളിനെ സ്ഥാപിച്ചത്. അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ പറയുന്നത്. ഹുൻഷ്യാൻ എംപറർ ഇല്ലാതായതിനു ശേഷമാണ് ഹുൻമിഷങ് വന്നത്. ഹുൻഷ്യാൻ എംപററിന്റെ കാലഘട്ടത്തിൽ ലോകം വളരെ മോശമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ആളുകളുടെ ജീവിതം വളരെ ദുഃഖപൂർണമായിരുന്നു. അത്രയും ദുഷ്ടതകളായിരുന്നു ഹുൻഷ്യാൻ എംപറർ ചെയ്തു കൂട്ടിയത്. അന്ന് ആളുകളുടെ കഷ്ടതകളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഷിയോ ക്ലാനും ഗു ക്ലാനും ഒരുമിച്ച് ചേർന്ന് ഒരു ബ്ലഡ് എഗ്രിമെന്റ് നടത്തി. അതിന് പ്രകാരം സോൾഹാളിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുമെന്ന് അവർ തീരുമാനിച്ചു. അന്ന് ഷിയോ ഷുവാൻ ആയിരുന്നു ഷിയോ ക്ലാന്റെ പാട്രിയാർക്ക്. സ്വയം സാക്രിഫൈസ് ചെയ്ത് അയാളായിരുന്നു അന്ന് സോൾഹാളിന്റെ കയ്യിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചത്. അതുമൂലം സോൾഹാളിനെ നീക്കം ചെയ്യാനായെങ്കിലും ഷിയോ ക്ലാന് വലിയൊരു തിരിച്ചടിയായിരുന്നു ഉണ്ടായത്. ഷിയോ ക്ലാൻ സെൻട്രൽ പ്ലെയിനിലേക്ക് ചുരുങ്ങിപ്പോയി. ഹൈഡ് ചെയ്തുള്ള ഒരു ജീവിതമായിരുന്നു പിന്നീട് ഷിയോ ക്ലാൻ ഉണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു പുരാതനമായിട്ടുള്ള 8 ക്ലാനുകളിലെ പല ക്ലാനുകളും ഇല്ലാതായത്. ഓരോ ക്ലാനുകളുടെയും ടാറ്റൂസും അതിലുണ്ടായിരുന്നു. ഷിയോ ക്ലാന്റെ ജേഡിലുള്ള ടാറ്റുവും യൂണർ അതിൽ കാണുന്നു. അതിന് ഷിയോ ക്ലാനിലെ പാട്രിയാർക്കുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും. അത് അവരുടെ ക്ലാനിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവഴി യൂണർ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് യൂണറിന് മനസ്സിലാകുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.